നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കൺസ്യൂമർ ഫെഡിൽ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിനെതിരെ പത്തനാപുരം ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ തൊഴിലാളികൾ മാനേജരെ തടഞ്ഞുവച്ചു. സമരം ചെയ്തവരെ പിരിച്ചുവിടുമെന്ന കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ. സമരം ശക്തമാക്കുമെന്ന ജീവനക്കാർ. 100 രൂപ കടം കൊടുക്കാത്തതിന് അഞ്ചൽ ഏറത്തെ വികലാംഗനായ വ്യാപാരിക്ക് 2 അംഗ സംഘത്തിന്റെ മർദ്ദനം. കുന്നിക്കോട് കിടങ്ങയിൽ ദേവീക്ഷേത്രത്തിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. വാർത്തകൾ വിശദമായി. കൺസ്യൂമർ ഫെഡിൽ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിനെതിരെ പത്തനാപുരം ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ തൊഴിലാളികൾ മാനേജരെ തടഞ്ഞുവച്ചു. സമരം ചെയ്തവരെ പിരിച്ചുവിടുമെന്ന് കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ അറിയിച്ചു. സമരം ശക്തമാക്കുമെന്ന് ജീവനക്കാരും അറിയിച്ചു. ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തുന്നതോടെ തൊഴിലാളികൾക്ക് ആഴ്ചയിൽ ലഭിച്ചിരുന്ന 1500 രൂപ 400 രൂപയായി ചുരുങ്ങും. കഴിഞ്ഞ 2 മാസമായി ജീവനക്കാർക്ക് ശമ്പളം കുടിശ്ശികയുമാണത്രേ. സമരത്തിന്റെ രൂപം മാറും, ഞങ്ങൾ സ്തംഭിപ്പിക്കും. കൺസ്യൂമർ ഫെഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്നാണ് ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ഏറ്റവും വരുമാനമുള്ള ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ ഒന്നായിരുന്നു പത്തനാപുരത്തേത്. എന്നാൽ ഇപ്പോൾ ഇവിടെ സാധനങ്ങൾ തീരെ കുറവ്. മാനേജരെ തടഞ്ഞുവച്ച ജീവനക്കാരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നീക്കി. 50ഓളം താൽക്കാലിക ജീവനക്കാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതിപ്പോ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മാനേജർ എന്ന് പറയുന്ന ആളും ഇത് ഇവിടുന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. സമാധാനപ്പെടും. പ്രതിഷേധത്തിൽ പങ്കെടുത്ത ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് കൺസ്യൂമർ ഫെഡ് കൊല്ലം റീജിയണൽ മാനേജർ അറിയിച്ചു. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് തൊഴിലാളി നേതാക്കളും അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ പേരിൽ ഏർപ്പെടുത്തിയ ഷിഫ്റ്റ് സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ട് ഈ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്ന ഒരു കാര്യം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ബന്ധപ്പെട്ട റീജിയണൽ മാനേജറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. മാത്രമല്ല, നടപടിക്ക് വിധേയരായ ഉദ്യോഗസ്ഥരെയൊക്കെ വളരെ ഉയർന്ന പോസ്റ്റിൽ ഈ റീജിയണൽ മാനേജറുടെ ഭാഗത്തു നിന്നും വെച്ചിട്ടുണ്ട്. ആ നടപടിക്ക് വിധേയരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം. ഈ ഷിഫ്റ്റ് സമ്പ്രദായം പിൻവലിക്കണം. കാലാകാലങ്ങളിൽ ഇവരെ സംരക്ഷിച്ച് നിർത്തുന്നുള്ള ഒരു നടപടിയും ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി തൊഴിലാളികളും ബന്ധപ്പെട്ടവരും മുന്നോട്ട് പോകുമെന്നാണ് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നിർമ്മാണം പൂർത്തിയാക്കാത്ത പത്തനാപുരത്തെ ഔഷധി സബ് സെന്ററിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച ആരോഗ്യമന്ത്രി VS ശിവകുമാർ നിർവഹിക്കും. അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെ തിരക്ക് പിടിച്ചു നടത്തുന്ന ഉദ്ഘാടനത്തിനെതിരെ ആക്ഷേപം ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനമായ ഔഷധിയുടെ പത്തനാപുരം സബ് സെന്ററിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ ഇഴയുമ്പോഴാണ് അധികൃതരുടെ ധൃതി പിടിച്ചുള്ള ഉദ്ഘാടനം. വനംവകുപ്പ് അധികൃതർ വിട്ടുനൽകിയ സ്ഥലത്താണ് സെന്ററിന്റെ നിർമ്മാണം നടക്കുന്നത്. 1.25 കോടി രൂപ ചെലവഴിച്ച് പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് രീതി അനുസരിച്ചാണ് സെന്ററിന്റെ നിർമ്മാണം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലേക്കുള്ള ആയുർവേദ മരുന്ന് വിതരണം സുഗമമാക്കാനാണ് പുതിയ സെന്റർ പത്തനാപുരത്ത് നിർമ്മിക്കുന്നത്. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രികൾ, ഡിസ്പെൻസറികൾ എന്നിവിടങ്ങളിലേക്കുള്ള മരുന്ന് വിതരണം ഇതിലൂടെ സാധ്യമാകും. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കാതെ തിരക്ക് പിടിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള അധികൃതരുടെ നീക്കത്തെ സംശയത്തോടെയാണ് പലരും കാണുന്നത്. സെന്ററിൽ വൈദ്യുതി സംവിധാനമോ ജലവിതരണ സംവിധാനമോ ലഭിച്ചിട്ടില്ല. വനംവകുപ്പിന്റെ റോഡിലൂടെയാണ് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നത്. നിലവിൽ കുന്നിക്കോട് പത്തനാപുരം പാതയിൽ നിന്ന് ഔഷധിയിലേക്ക് പ്രവേശിക്കാൻ പാതയും പദ്ധതിയിലുണ്ടെങ്കിലും ഇതിന്റെ നിർമ്മാണവും എങ്ങും എത്തിയിട്ടില്ല. ചില രാഷ്ട്രീയ ഇടപെടലുകളാണ് ഉദ്ഘാടനം നേരത്തെ നടത്താൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ സെന്റർ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രകൃതി സന്ദേശം ഉയർത്തി നീർത്തട സംരക്ഷണ കലാജാഥ. നീർത്തടങ്ങൾ സംരക്ഷിക്കൂ, ഭൂമിയെ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീർത്തട സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് കലാജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. വയലേലകൾ സംരക്ഷിക്കുക, മണ്ണ് ഇടിച്ചു നിരത്താതിരിക്കുക, മൺകയ്യാലകൾ നിർമ്മിക്കുക എന്നീ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കലാജാഥ. 7 നീർത്തടങ്ങളെ ഉൾപ്പെടുത്തിയാണ് സംരക്ഷണ പരിപാടി. ബ്ലോക്കിന്റെ കീഴിലുള്ള 6 നീർത്തടങ്ങളും പുനലൂർ നഗരസഭാ പരിധിയിലുള്ള കലയനാട് നീർത്തടവും പദ്ധതിയിൽ ഉൾപ്പെടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നീർത്തട സംരക്ഷണം നടപ്പാക്കുന്നത്. കലാജാഥ 6 ദിവസം നീളും. പത്തനാപുരം കടക്കാമണ്ണിൽ നിന്ന് ആരംഭിച്ച ജാഥ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 10ലധികം കലാകാരന്മാരെ പങ്കെടുപ്പിച്ച് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള കലാപ്രകടനങ്ങൾ ജാഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സാക്ഷരതാ മിഷനാണ് കലാജാഥയുടെ സംഘാടകർ. ബ്ലോക്ക് കോർഡിനേറ്റർ ES ബിജുമോനാണ് ജാഥ ക്യാപ്റ്റൻ. കുട്ടികളുടെ പ്രശ്നം വരുമ്പോ ശരിക്കും നമ്മൾ തമ്മിൽ നമ്മുടെ തൊട്ടടുത്ത ആളുകൾ പോലും വീട്ടുകാർ പോലും മുഖത്ത് നോക്കാത്ത അവസ്ഥയിൽ ഇതെല്ലാം തന്നെ മനുഷ്യൻ കാണിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിന് നിങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പത്തിലെ വീടുകൾ കണ്ടാൽ ആ വീടിന്റെ തറ വരെ കോൺക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടൈൽസ് ഒട്ടിച്ച് വെച്ചിരിക്കുക. ഒരു തുള്ളി വെള്ളം ആ ഭൂമിയിലേക്ക് ഇറങ്ങരുത്.
ഇങ്ങനെ വരാതിരുന്നാൽ ഇത് ഭൂമിയിലേക്ക് ആരും ഇറങ്ങിയില്ലെങ്കിൽ റീചാർജ് ചെയ്തില്ലെങ്കിൽ ഈ വെള്ളം ആരും കൊടുത്തില്ല, വേറെ ആരെങ്കിലും കൊടുത്തില്ല, എങ്ങും കൊണ്ടുവരത്തില്ല. കുപ്പിവെള്ളവും ഒരു 20 വർഷം മുമ്പ് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും മലയാള സ്വപ്നം കുപ്പിവെള്ളം കുടിക്കും മലയാളി. ഇപ്പൊ എന്താ, കുപ്പിവെള്ളം ഇല്ലാതെ ഒരു രക്ഷയില്ല. നാടൻ പാട്ടുകൾ, നാടകാവതരണം, വായ്ത്താരികൾ, പരിസ്ഥിതി ഗാനങ്ങൾ എന്നിവ ജാഥയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മുതിർന്ന ബി.ജെ.പി. നേതാവും കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയുമായിരുന്ന ഗോപിനാഥ് മുണ്ടയുടെ നിര്യാണത്തിൽ ബി.ജെ.പി. പത്തനാപുരം നിയോജകമണ്ഡലം ഭാരവാഹികൾ അനുശോചിച്ചു. മഞ്ചള്ളൂരിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. ഗോപിനാഥ് മുണ്ടയുടെ അപകടമരണം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം യഥാർത്ഥ ജനനേതാവായിരുന്നുവെന്നും ബി.ജെ.പി. നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി പറഞ്ഞു. ഇന്ത്യയിലെ കോടിക്കണക്കിൽ വരുന്ന ജനതയെ തന്നെ ഞെട്ടിച്ചിരിക്കുക. വളരെ ഞെട്ടലോടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തെ ഇന്ത്യ അറിഞ്ഞത് എന്നുള്ളത്. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ള ഓർമ്മകൾ, ആ നല്ല പ്രവർത്തികളുടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങളുടെ ഓർമ്മകളുടെ ആ ശക്തി തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഈ കേന്ദ്ര സർക്കാരിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും. പാവങ്ങളുടെ പടത്തലവനായിരുന്നു ഗോപിനാഥ് മുണ്ട എന്ന മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് പാതിരിക്കൽ ശശിധരൻ അനുസ്മരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. 100 രൂപ കടം കൊടുക്കാത്തതിന് അഞ്ചൽ ഏറത്ത് വികലാംഗനായ വ്യാപാരിക്ക് 2 അംഗ സംഘത്തിന്റെ മർദ്ദനം. കടയിലെ ഉപകരണങ്ങളും ഇവർ തല്ലി തകർത്തു. പ്രതികളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. അഞ്ചൽ ഏറം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മർഹബ ബേക്കറി ഉടമ ഏറം പോങ്ങുമുകൾ ഷാനവാസ് മനസ്സിലിൽ ഷാനവാസിനെയാണ് പോങ്ങുമുകൾ സ്വദേശികളായ നജീം, ഷമീർ എന്നിവർ ചേർന്ന് മർദ്ദിച്ചത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ ഷാനവാസ് കടയടച്ച് മടങ്ങാൻ തുടങ്ങുമ്പോൾ നജീമും ഷമീറും കടയിൽ വന്ന് 100 രൂപ കടം ചോദിച്ചുവത്രേ. ഇരുവരും മദ്യപിച്ചിരുന്നു. പണം ഇല്ലെന്ന് പറഞ്ഞതിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഷാനവാസ് പറഞ്ഞു. 100 രൂപ എൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയും അവർ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. എൻ്റെ അതിന് മുമ്പത്തെ ഒരു 110 രൂപ എനിക്ക് തരാനുണ്ടായിരുന്നു. അത് തന്നാലേ ഇത് പൈസ ഞാൻ കൊടുത്തിട്ടുള്ളൂ, എൻ്റെ കയ്യിലില്ല, രാവിലെ സാധനം എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അവന്മാരത് വകവെച്ചില്ല. അവന്മാരത് വെക്കാതെ എൻ്റെ അടുത്ത് നീ പൈസ തരത്തില്ലയോ എന്ന് ചോദിച്ചു. അതിൻ്റെ കൂടെയുള്ളൊരു കക്ഷി പറഞ്ഞു എനിക്ക് തരുമോ. ഞാൻ പറഞ്ഞു നിനക്ക് തരാം എന്ന് ഞാൻ പറഞ്ഞു. അത് അവന് കൊടുത്ത് നീ എനിക്ക് തരത്തില്ലയോ എന്ന് പറഞ്ഞത് ഞാൻ കസേരയിൽ ഇരിക്കുകയാണ്. എൻ്റെ കോളറിലെല്ലാം കൂടെ കയറി പിടിച്ചു. എന്നെ മുഖത്ത് 2-3 അടിയൊക്കെ അടിച്ചു. അവന്മാർ അത് കഴിഞ്ഞ് നാട്ടുകാർ കണ്ടു. 2 ചെറുക്കന്മാർ വന്ന് പിടിച്ചു മാറ്റിയിട്ട് അവന്മാരെ അടിക്കാൻ പോയി. ഷാനവാസ് ഓടി രക്ഷപ്പെട്ടപ്പോഴാണ് കടയിലെ ഉപകരണങ്ങൾ തല്ലി തകർത്തത്. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെയാണ് ഷാനവാസ് ബേക്കറി തുടങ്ങിയത്. മറ്റൊരു ജോലിക്കും പോകാൻ കഴിയാത്ത തന്റെ ഏക വരുമാന മാർഗമാണ് ഇരുവരും ചേർന്ന് തല്ലി തകർത്തതെന്ന് ഷാനവാസ് ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 1 വർഷത്തിന് മുമ്പ് കാലിൽ മുട്ടിനൊരു ഓപ്പറേഷൻ ചെയ്തു. കാലിൽ കമ്പി ഇട്ടേക്കാണ്. എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നീ ഒരു കടയിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു കടയിട്ട് 8 മാസം കൊണ്ട് കടയിലിരിക്കാൻ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുന്നിക്കോട് കിടങ്ങയിൽ ദേവീക്ഷേത്രത്തിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വഞ്ചിപ്പെട്ടിയിലുണ്ടായിരുന്ന പണവും സ്വർണവുമടക്കം 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ക്ഷേത്രത്തിനുണ്ടായതെന്നാണ് കണക്കുകൂട്ടൽ. ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരനാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിച്ചു. തുടർന്ന് നടന്ന പരിശോധനയിൽ ക്ഷേത്രത്തിലെ പാട്ടുപുരയിൽ സൂക്ഷിച്ചിരുന്ന 25,000 രൂപയും വിവിധ വഞ്ചികളിലുണ്ടായിരുന്ന പണവും സ്വർണവും ഉൾപ്പെടെ 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി സ്ഥിരീകരിച്ചു. പണം അപഹരിച്ച ശേഷം വഞ്ചികൾ നാഗത്തറയിൽ വലിച്ചെറിഞ്ഞ നിലയിലാണ്. രാവിലെ 5:30 ഞാൻ വരുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നോക്കും പോസ്റ്റ് ലൈറ്റില്ല. അങ്ങനെ പിന്നെ എന്നിട്ട് ഗവനിക്കാതെ വന്ന് ഗേറ്റ് തുറന്ന് വെളിയിൽ അമ്പലത്തെ പൂമുഖത്ത് ലൈറ്റ് ഇട്ടിട്ട് ഒരിക്കൽ ലൈറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അന്ന് പണഞ്ഞു കിടക്കുന്നു. എൻ്റെ പേര് സംശയം തോന്നി ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ കതവ് അടച്ചിരിക്കുകയാണ്, പക്ഷേ പൂട്ടില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി കള്ളം കയറിയാന്ന് മനസ്സിലായി. അങ്ങനെ തിരുവിനെ വിളിച്ചു ഓട്ടോ കവറേജ് എറിയാനും പറയുന്നത്. അത് കിട്ടാൻ വന്ന് പിന്നെ പോയി വാർഡ് മെമ്പർ സജീവനെ വിളിച്ചിട്ട് സജീവൻ വന്ന് ഞാനും സജീവനോട് വന്ന് എന്നോട് ചില ധൈര്യമായിട്ട് തുറന്നെന്ന് പറഞ്ഞു. അങ്ങനെ തുറന്ന് നോക്കിയതാണ് മൊത്തം കളവ്. ഇതിന് മുമ്പിട്ട് മോഷണ ശ്രമം നടന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. കുന്നിക്കോട് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ തൂക്കുപാലത്തിന്റെ പുനരുദ്ധാരണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് തൂക്കുപാലം സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. നവീകരണ ജോലികൾ പ്രസ്താവനകളിൽ ഒതുക്കാൻ അനുവദിക്കില്ലെന്ന് സമിതി അധ്യക്ഷൻ എം.എ. നിഷാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമയബന്ധിതമായി പുനരുദ്ധാരണം
കുറച്ച് പോച്ച പറിച്ചതുകൊണ്ടൊന്നും ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിയാത്മകമായ നടപടികളിലൂടെ പണി തുടങ്ങണം. നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാ സപ്പോർട്ടും. അപ്പോൾ ഉദ്യോഗസ്ഥര് അതിൻ്റെ അകത്തുള്ള അലംഭാവം മാറ്റിവെക്കണം. പുനർനിർമ്മാണത്തിനാവശ്യമായ കമ്പകത്തടികൾ കുളത്തൂപ്പുഴ കടക്കാമൺ ഫോറസ്റ്റ് ഡിപ്പോകളിൽ തൂക്കുപാലത്തിന്റെ നിർമ്മാണത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട്. സംരക്ഷണ സമിതി ഇക്കാര്യം നേരിട്ട് മനസ്സിലാക്കിയെന്ന് എം എ നിഷാദ് പറഞ്ഞു. ഇന്നലെ കടക്കാമൺ കുളത്തൂപ്പുഴ 2 ഡിപ്പോകൾ ഫോറസ്റ്റ് ഡിപ്പോകൾ പോയി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തൂക്കുപാലം പണിയാൻ ആവശ്യമായ കമ്പകത്തടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് വനം വകുപ്പ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ ശേഖരിച്ച് വെക്കുക മാത്രമല്ല, കടക്കാമൺ ഡിപ്പോയെക്കാരും കൂടുതൽ ഫസ്റ്റ് ക്വാളിറ്റി മരങ്ങളാണ്, തടികളാണ് കുളത്തുപുഴയിൽ കിടക്കുന്നത്. അത് മാറ്റിവെച്ചിരിക്കുന്നു, അത് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും അത് എടുത്തുകൊണ്ട് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വനം വകുപ്പിന്റെ കയ്യിൽ നിന്നുള്ള അനാസ്ഥ മാറിയിരിക്കും. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റായ ആർക്കിയോളജി, കിറ്റ്കോയിലാണ് ഫണ്ട് ഇപ്പോൾ കിടക്കുന്നത്. കിറ്റ്കോയും എല്ലാവരും കൂടി ചേർന്നിട്ട് എത്രയും പെട്ടെന്ന് ആ തടികൾ അവിടെ എടുത്തുകൊണ്ട് വരിക മാത്രമല്ല, പണികൾ ആരംഭിക്കണമെന്നുള്ളതാണ് സംരക്ഷണ സമിതിക്ക് പറയാനുള്ളത്. തൂക്കുപാലത്തിന്റെ പുനരുദ്ധാരണ ജോലികൾ ഇനിയും വൈകിയാൽ 3ാം ഘട്ട സമരത്തിന് തുടക്കം കുറിക്കുമെന്നും നിഷാദ് വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ സമരസമിതി കൺവീനർ എ കെ നസീർ, ബി രാധാമണി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് ഓഫീസിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എം പി കൊടിക്കുന്നിൽ സുരേഷ് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകി. ചന്തമുക്കിൽ വാടക കെട്ടിടത്തിൽ പരിമിതികൾക്ക് നടുവിൽ പ്രവർത്തിക്കുന്ന റൂറൽ എസ് പി ഓഫീസിന് 1 വർഷത്തിനകം സ്വന്തം കെട്ടിടമുണ്ടാകും. അതുവരെ കൊട്ടാരക്കര PWD റെസ്റ്റ് ഹൌസിന് സമീപം ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിലേക്ക് എസ് പി ഓഫീസിന്റെ പ്രവർത്തനം മാറ്റണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനും കുടിക്കുന്നിൽ നിവേദനം നൽകി. ജില്ലാ പോലീസിന്റെ കൺട്രോൾ റൂം കൊട്ടാരക്കരയിൽ അനുവദിക്കണമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടാഴിയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുക, കൊട്ടാരക്കരയിലെ ട്രാഫിക് യൂണിറ്റ് ട്രാഫിക് സ്റ്റേഷനാക്കി ഉയർത്തുക, പിറവന്തൂർ പഞ്ചായത്തിലെ കറവൂരിൽ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുക, പെരുങ്കുളം PV ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് യൂണിറ്റ് ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നിവേദനത്തിലുണ്ട്. പട്ടണമധ്യത്തിൽ പാർക്കിംഗിന് പോലും സ്ഥലമില്ലാത്ത ഇടത്താണ് നിലവിൽ റൂറൽ SP ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓഫീസ് ഇവിടെ നിന്ന് മാറ്റണമെന്നത് റൂറൽ പോലീസ് ജില്ല ആരംഭിച്ച നാൾ മുതൽ ഉയരുന്ന ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അഞ്ചൽ വക്കമുക്കിൽ പുതുതായി രൂപം കൊണ്ട കലാകൈരളി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കലാകൈരളിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. തിരുവനന്തപുരം RCCയിലെ പ്രഗത്ഭ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. രോഗം യഥാസമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗം തന്നെയാണ് ക്യാൻസർ. എല്ലാ സമയം കണ്ടെത്താനോ ക്യാൻസറാണെന്ന് തിരിച്ചറിയാനോ കഴിയാതിരിക്കുന്നത് കൊണ്ട് അതൊരു ഗുരുതര അവസ്ഥയിലേക്ക് എത്തുന്നതിനെ തുടർന്ന് ചികിത്സിക്കാൻ എത്തുമ്പോഴാണ് നമുക്ക് രക്ഷ നേടാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തും. അപ്പം ക്യാൻസർ രോഗത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ബോധം സമൂഹത്തിൽ സൃഷ്ടിക്കാനും രോഗ ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കാനും. പുനലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സന്തോഷ് ദാസ് വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിച്ചു. RCC തിരുവനന്തപുരം കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം ഡയറക്ടർ ഡോക്ടർ ജിജി തോമസ് ക്യാൻസർ ബോധവത്കരണ ക്ലാസ് നയിച്ചു. കലാകൈരളി പ്രസിഡന്റ് R അനുരാജ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി, KS ബാബുരാജ്, NG ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് മുന്നോടിയായി DYFI സംഘടിപ്പിക്കുന്ന ഭൂമിക്കായി ഒരു തണൽ പദ്ധതിയുടെ ഭാഗമായി പുനലൂരിൽ വൃക്ഷത്തൈ വിതരണവും കല്ലടയാറിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ M A രാജഗോപാൽ വൃക്ഷത്തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. KSRTC ATO PN ശശാങ്കൻ ആദ്യ തൈ ഏറ്റുവാങ്ങി. ഈ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമാണ്. നമ്മുടെ ലോകത്തെ ജനങ്ങൾ ഒന്നടങ്കം അഭിമുഖീകരിക്കുന്ന കുടിവെള്ള ക്ഷാമം പോലെയൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളെ സംബന്ധിച്ച് ഇന്ന് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം. നമ്മുടെ വിസ്ഫോടനകരമായിട്ടുള്ള ജനസംഖ്യാ വർധനവും ജനപ്പെരുപ്പവും അതേപോലെ തന്നെ നഗരവൽക്കരണത്തിന്റെ പേരിൽ പരിസ്ഥിതിക്ക് നേരെ അല്ലെങ്കിൽ പ്രകൃതിക്ക് നേരെ മനുഷ്യൻ നടത്തുന്ന കടന്നാക്രമണങ്ങളും ഇന്ന് ലോക ജനതയുടെ തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാലയളവിലാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കപ്പെടുന്നത്.
വെട്ടിപ്പുഴ തോടിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട ചടങ്ങിൽ ഒപ്പുശേഖരണവും നടത്തി. തുടർന്ന് 6 മണിക്ക് കല്ലടയാറിന്റെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി കൂട്ടയോട്ടം നടന്നു. ശുദ്ധജല വിതരണത്തെ തടസ്സം നേരിടാതെ കാത്തുസൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കൂട്ടയോട്ടവിധ ഈ വാഹനത്തിൽ വിട്ടു പിന്നാലെ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയായി. തുടർന്ന് ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ പ്രസിഡന്റ് എസ് ശ്രീജേഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കല്ലടയാറിന്റെ സംരക്ഷണത്തിന് തീരങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ തീരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വൃക്ഷത്തൈ ഉൾപ്പെടെ നട്ടു വളർത്തുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഡിവൈഎഫ്ഐയുടെ ഏരിയ കമ്മിറ്റി ഏർപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ സെക്രട്ടറി ശരൺ ശശി സ്വാഗതം പറഞ്ഞു. നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ നഗരസഭയിലെ ഡോക്വ ക്ലീനിംഗ് യൂണിറ്റ് അംഗങ്ങൾക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊടിയാട്ടുവിള ശിവശക്തി വിലാസം NSS കരയോഗത്തിന്റെയും സുരഭില സേവന കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. പൊടിയാട്ടുവിള ഗവൺമെന്റ് LPSൽ നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച നമ്മുടെ കുട്ടി രക്ഷപ്പെടത്തില്ലെന്നാണ് പലരും ധരിക്കുന്നത്. ഇപ്പോൾ റസൂൽ പൂക്കുട്ടി ലോകം മുഴുവൻ കീഴടക്കിയാണ് വിളക്കുപാറ സ്കൂളിലാണ് പഠിച്ചത്. വിളക്കുപാറ സ്കൂളിൽ നിന്നാണ് പഠിച്ചു. വന്നപ്പോഴും പറഞ്ഞു ആദ്യം പോയി വന്നിച്ചത് ആ ഗുരുക്കന്മാരെ ആ സ്കൂള് തൊട്ട് നമസ്കരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ആളുകളുടെ തന്നെ ഒരു ചിന്ത പൊതുപോലുള്ള സ്കൂളുകളിലൊന്നും വിട്ടാൽ രക്ഷപ്പെടത്തില്ല, ഉടനെ തന്നെ എത്ര കയറി കിടക്കാണ വിറ്റാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലേക്ക് അയച്ചെങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയുന്ന ഒരു ചിന്തയാണ് പലർക്കും. അപ്പോൾ നാട്ടിലെ കുട്ടികൾ പഠനത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിലും അവരുടെ ജീവിതത്തിലേക്ക് അവർ നടന്നു നീങ്ങുമ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ടതിനെ പ്രതിരോധിക്കാനും അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചെടുക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ രീതി തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ നിലനിൽപ്പിന് അനിവാര്യം. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ എസ് ജയമോഹൻ അവാർഡുകൾ വിതരണം ചെയ്തു. ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ C മോഹൻപിള്ള ചടങ്ങിൽ അധ്യക്ഷനായി. NSS കരയോഗം പ്രസിഡന്റ് TP രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. M ശബരിനാഥ്, R രാജൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിത്ര ഭജനമഠം അംഗൻവാടിയുടെ പുതിയ കെട്ടിടം നാടിനെ സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി കുട്ടികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അംഗൻവാടി. നമ്മുടെ ഗ്രാമപഞ്ചായത്തില് 46 അംഗൻവാടികളാണ് ഉള്ളത്. 2 പുതിയ അംഗൻവാടികൾക്ക് കൂടി ഞങ്ങൾ ഗവൺമെന്റിന്റെ സാക്ഷിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഒന്ന് വാഴപ്പണ കേന്ദ്രീകരിച്ചും ഒന്ന് വൈഞ്ചോട് കേന്ദ്രീകരിച്ചും. അപ്പോൾ 48 അംഗൻവാടികൾ ഉണ്ടാവുന്ന ഈ ഗ്രാമപഞ്ചായത്തില് ഇനി കെട്ടിടമില്ലാത്ത അംഗൻവാടികൾ കേവലം 2 2 ഈ വർഷത്തെ പദ്ധതിയിൽ അതിന് പൈസ വച്ചിട്ടുണ്ട്. 8 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അംഗൻവാടിക്ക് എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം S സിനി അധ്യക്ഷയായി. ICDS ചെയർപേഴ്സൺ C വിജയ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരം പൻസർ, അംഗൻവാടി അധ്യാപകർ, രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ മുൻവർഷത്തെ കുട്ടികൾക്ക് യാത്രയയപ്പും അനുമോദനവും നൽകി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ചാനൽ ലൈവ് പത്തനാപുരം ബ്യൂറോയുടെ നേതൃത്വത്തിൽ ഗാന്ധി ഭവൻ അന്തേവാസികളായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചാനൽ ലൈവ് CEO ആബു നായർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കാരുണ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിൽ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ അനിവാര്യമാണെന്ന് ആബു നായർ പറഞ്ഞു. ചാനൽ ലൈവ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രദീപ് ഗുരുകുലം അധ്യക്ഷനായി. ഗാന്ധി ഭവൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഭുവനചന്ദ്രൻ, അനന്തു തലവൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. KPMS പാതിരിക്കൽ ശാഖയുടെ ആഭിമുഖ്യത്തിൽ പത്തനാപുരത്ത് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യൂണിയൻ സെക്രട്ടറി സുധാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് കട്ടിക്കൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ശാഖാ സെക്രട്ടറി G രവി സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ തലവൂരിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തലവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. പാണ്ടിത്തിട്ട വട്ടപ്പാറയിൽ ചേർന്ന സമ്മേളനം തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് മതിയായ പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രശംസനീയമായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TM ബിജു പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൺസ്യൂമർ ഫെഡിൽ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിനെതിരെ പത്തനാപുരം ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ തൊഴിലാളികൾ മാനേജറെ തടഞ്ഞുവച്ചു. സമരം ചെയ്തവരെ പിരിച്ചുവിടുമെന്ന കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ. സമരം ശക്തമാക്കുമെന്ന ജീവനക്കാർ. 100
100 രൂപ കടം കൊടുക്കാത്തതിന് അഞ്ചൽ ഏറത്തെ വികലാംഗനായ വ്യാപാരിക്ക് 2 അംഗ സംഘത്തിന്റെ മർദ്ദനം. കുന്നിക്കോട് കിടങ്ങയിൽ ദേവീക്ഷേത്രത്തിൽ മോഷണം, 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.